ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഭയങ്കര രാവിലെ നിന്ന് എന്തോ അറിയത്തില്ല, ഭയങ്കര ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ അമ്മയ്ക്ക് കാല് ഒളുക്കുവായിരുന്നു. അപ്പോൾ ഇന്നത്തെ മൂടങ്ങ് ഓഫായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നെന്ത് കുറേ തുണികളുണ്ടായിരുന്നു, തുണിയൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി. അതിനൊന്ന് ഭയങ്കരമായിട്ട് തട്ടുകൂട്ട് കറികളായിരുന്നു വെച്ചത്. ഇത് പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ചോറ് എടുക്കണം കേട്ടോ. അതുകൊണ്ട് അത്ര കുറേ ചോറ് കണ്ടത്. അപ്പം ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ബിരിയാണി അയച്ചത്, അപ്പം അതിൽ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതായി. പിന്നെ നല്ല സാമ്പാർ പരിപ്പ് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ട് ഫ്രൈ, ഒരു ക്യാരറ്റും ഒരു സവാളയും ബീറ്റ്റൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു ബീറ്റ്റൂട്ട് വിഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ആദ്യം കൊണ്ട് വയ്ക്കുന്നത് പപ്പയാണ് കേട്ടോ കിടക്കുന്നത്. പപ്പയ്ക്ക് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ കാല് ഫുഡിൻ്റെ അടുത്ത് എന്നുകൊണ്ട് ഞാൻ നീക്കി വയ്ക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാനത് നേരത്തെ വേറൊരു സ്ഥലത്ത് എടുത്ത് വെച്ചു. അപ്പോൾ അമ്മ മോനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എണീറ്റു. അപ്പോഴത്തേക്കും മോൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവനെ പെട്ടെന്ന് തന്നെ നല്ല പരിപ്പ് ഫുഡൊക്കെ കൊടുത്തു. ഞാൻ മോന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മയും കഴിക്കും. അമ്മ അതുപോലെ തന്നെ പപ്പയ്ക്ക് വാരി കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഡെയിലി പപ്പയും അമ്മയും ചെയ്തത്. കാരണം പപ്പയ്ക്ക് സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്. അപ്പം വലത്തെ കൈയിലാണ്, ഒരു ഇടത്തെ സൈഡിലാണ് വന്നത്. അപ്പം വലത്തെ കൈയാണ് അത് വലത്തെ സൈഡാണ് എഫക്റ്റ് ചെയ്തത്. അപ്പോൾ പപ്പയുടെ വലത്തെ കൈ അനങ്ങത്തില്ല, പപ്പയ്ക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും അമ്മയാണ് പപ്പയ്ക്ക് വാരി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മോനും ഫുഡ് കൊടുത്ത് അവനെ ഞാൻ ഉറക്കിയതിന് ശേഷം പിന്നെ ഞാനും പൊന്നും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കഴിക്കുമ്പം അവൾക്ക് വാരി കൊടുക്കും. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹസ്ബൻഡായിരിക്കും കൊടുക്കുക. അപ്പോൾ ഹസ്ബൻഡ് ചെന്നൈ പോയിരിക്കുന്നതുകൊണ്ട് ഞാനാണ് വാരി കൊടുക്കുന്നത്. പിന്നെ കറികൾ ഞാൻ പാത്രത്തിലെല്ലാം കൂടെ ഒഴിക്കാറില്ല. കാരണം എല്ലാ കറികളും ചിലപ്പോൾ എരിയുള്ളതുകൊണ്ട് അവൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് അവൾക്ക് വാരി കൊടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ നാരായണൻ കുട്ടിയുടെ 3 മക്കളെന്ന് പറഞ്ഞിട്ട് സിനിമ TV-യിൽ ഓടുന്നുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടു. പിന്നെ അത് ഞാൻ കഴിച്ചു. ശരിക്കും പരിപ്പ് കറിയും സാമ്പാറും കൂടെ എൻ്റെ കോമ്പിനേഷൻ ഭയങ്കര സൂപ്പറാട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറേ ഫുഡൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവളുടെ പറയേണ്ട കാര്യമൊന്നുമില്ല, അവൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യും. അങ്ങനെ പിന്നെ എനിക്ക് അപ്പോഴേ ഓർമ്മ വന്നത് പൈനാപ്പിൾ ജ്യൂസ് ഞാൻ ഉണ്ടാക്കി വെച്ച കാര്യം. പിന്നെ ഞാൻ പൈനാപ്പിൾ എടുത്ത് നോക്കിയപ്പോൾ വെള്ളം പോലെ ഇരുന്നു. പിന്നെ ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിച്ചിട്ട് പൈനാപ്പിൾ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു. ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ പൊന്നു വന്നായിരുന്നു. പൊന്നു അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. പൈനാപ്പിൾ ജ്യൂസ് നല്ല മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല മധുരമായിരുന്നു. പൈനാപ്പിൾ ഓൾറെഡി നല്ല പഴുത്ത പൈനാപ്പിളായിരുന്നു. പിന്നെ പഞ്ചസാരയും ഇട്ട് ഞാൻ കുടിച്ചിട്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യമേ ചോദിച്ചു വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്കും കൂടെ താന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ പകുതി അവൾക്ക് കൊടുത്തു. പിന്നെ ചോദിച്ചു ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചിടുന്നു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ.